ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമീസ് ക്രിയേഷൻ. എന്തൊക്കെ ഗൈസ്, എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് 250 ml കപ്പിൽ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 ടീസ്പൂണ് മൈദ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിന് പകരം കോൺഫ്ലവർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായി ഒന്ന് സീവ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു പ്രാവശ്യം സീവ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ 3 പ്രാവശ്യം മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് വേറൊരു ബൗളിൽ, ക്ലീനായ ബൗളിലേക്ക്, ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിലേക്കൊരു 3 മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ 3 എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 4 മുട്ടയെങ്കിലും എടുക്കണം. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 250 ml പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കാം. മൈദ എടുത്ത അതേ സെയിം കപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ പൗഡർ ഷുഗർ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇട്ടുകൊണ്ട് നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്റർ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്, നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ 3 പാർട്ടൊക്കെ ആയിട്ട് നമുക്കിത് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണം കേട്ടോ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ, ഓവറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കരുത്, അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ താഴ്ന്നു പോകും. ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. അതും കുറേശ്ശെ ഇടവിട്ട് വേണം ചേർക്കാൻ. നമ്മളെ ബാറ്ററൊക്കെ നന്നായിട്ട് ഇവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ കേക്ക് ട്രേയിലേക്ക് മാറ്റാം. 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേട്ടോ ഞാൻ അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൽ ബബിൾസൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കണ്ട് ഒരു 35-40 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ബേക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫിയോനൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ക്രീമൊക്കെ ഇതുപോലെ നല്ലോണം സ്റ്റിഫാവണം, ഇതുപോലെ ആവണം കേട്ടോ. അപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മളെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അത് ചൂടായതിനു ശേഷം ഞാൻ ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. നമ്മളെ കേക്കിന് വേണ്ട ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചോക്ലേറ്റും ചെറിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേസുമ്പോൾ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതുമ്പോൾ ഒന്ന് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മളെ കേക്ക് ഫസ്റ്റ് ലെയറാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിലത്തെ പാർട്ടാണ് വെച്ചിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഞാൻ 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും അതോടൊപ്പം തന്നെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്കൊന്ന് വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റും ചെറിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതേമാതിരിക്ക് തന്നെ നമുക്ക് അടുത്ത ലെയറും സെയിം രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ലെയർ വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാം. പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. 3 ലെയറും ഇതുപോലെ വെച്ചിങ്ങാണ്ട് ക്രീമൊക്കെ വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കോട്ടിങ് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അധികം ഇട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെയൊക്കെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ നൈഫ് ഇങ്ങനെ ചെരിച്ച് വെച്ചങ്ങാണ്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ സൈഡിൽ കൂടെയൊക്കെ ക്രീം ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം നമുക്ക്. ഈ നൈഫ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിൽ ഇതുപോലെ ചെയ്തെടുത്ത് നമ്മളെ മുകളിലൊക്കെ നന്നായിട്ട് ഫിനിഷ് ആവും. ഇനി ഇതുപോലത്തെ
ഈ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്കിൽ വല്ലാതെ അമർത്തി പിടിക്കാതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ മുകളിലൊക്കെ എക്സസ് ആയിട്ട് വന്ന ക്രീമൊക്കെ നമുക്ക് നൈഫ് വെച്ചിട്ടൊന്ന് മേലെ ഫിനിഷാക്കി എടുക്കാം. ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ മുകൾ വശം നന്നായിട്ട് ഫിനിഷായി കിട്ടും. ഇതുപോലെ ഞാൻ ഒരുമാതിരിയൊക്കെ ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റൊക്കെ സൈഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് 2-3 ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇതുപോലെ ഫ്ലവറാണ് കേട്ടോ ഞാൻ വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞു. നമുക്കിതിൻ്റെ മുകളിൽ ഒരു ചെറി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.